ഞങ്ങളുടെ നഴ്സറി ബാക്കി വന്ന തക്കാളി തൈകൾ മണ്ണിൽ നട്ടപ്പോഴുണ്ടായ കായ്ഫലമാണിത്. എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകമായി ചെയ്തത്, എന്തു വളമാണ് ഇട്ടതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. സത്യം പറയട്ടെ, ഇതിനായി ഞാൻ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. ചില പൊടിക്കൈകൾ പ്രയോഗിച്ചുവെന്ന് മാത്രം. കഴിഞ്ഞ വേനൽക്കാലത്ത് മണ്ണിൽ കരിയില കൂട്ടിയിട്ടിട്ട് ഞാൻ തീ കത്തിച്ചിരുന്നു. ഇതിൻ്റെ ചാരം മണ്ണിൽ നന്നായി ലയിച്ച് കിടപ്പുണ്ടായിരുന്നു. ആ മണ്ണിലാണ് തക്കാളി ചെടികൾ നട്ടത്. ചാരത്തിലുള്ള പൊട്ടാസ്യമാണ് ചെടികൾ പൂടുന്നതിനും കായ്കൾ ഉണ്ടാകുന്നതിനും ഏറ്റവും അധികം സഹായിച്ചത്. ഇതുമൂലം കായ്കൾ കൂടുതൽ വലുതാകാനും എണ്ണം കൂടാനും ഇടയായി. ഇതുപോലെ ചാരത്തിലുള്ള പൊട്ടാസ്യം ചെടിക്ക് ആവശ്യമായ രോഗപ്രതിരോധ ശക്തി നൽകുകയും ചെയ്തു. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്താണ് ഈ തൈകൾ നട്ടിരുന്നത്. അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇവിടെയുള്ളത്. തക്കാളിക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വെള്ളം. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ നന്നായി വെള്ളം ഒഴിച്ചതുകൊണ്ട് മണ്ണിലെ അധിക ക്ഷാരാംശത്തെ നമുക്ക് കുറയ്ക്കാനും പറ്റും. ആകപ്പാടെ ഈ ചെടിക്ക് വേണ്ടി ഞാൻ ചെയ്തത്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ജൈവ സ്ലറി ഒറ്റ പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തക്കാളി തൈകൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജനും മറ്റ് പോഷകങ്ങളും ലഭിച്ചു. ചെടിയിൽ യാതൊരു കീടനാശിനിയും പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയൊരു കാര്യം. ഇതുപോലെയുള്ള ടിപ്സ് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന തക്കാളി കൃഷി രീതികൾ കമൻറ്റുകളായി ഇടുക.